കുറ്റവിചാരണക്ക് എവിടെ ആളുണ്ടായേ? 10-15 ആളെ വെച്ചിട്ടില്ലേ പല സ്ഥലത്തും കുറ്റവിചാരണ നടത്തിയെന്ന്. ചില സ്ഥലം നടന്നിട്ടേ ഇല്ല, ഇപ്പോഴും നടക്കുന്നില്ല. ഇപ്പൊ കുറ്റവിചാരണ അങ്ങനെ പോയി. പിന്നെയും നിങ്ങൾ ഓരോ സമരം നടത്തി ആ സമരത്തിന്റെ ഭാഗമായിട്ട് കേരളം ഇളകാൻ പോവാണ്. നാളെ രാവിലെ ആകുമ്പോഴേക്ക് ഈ കേരളത്തെ ഭസ്മീകരിച്ച് കളയും എന്ന് പറഞ്ഞില്ലേ സുധാകരനെല്ലാം? അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പങ്കെടുത്ത ഒരു സമരത്തിന്റെ നേരെ കൃത്യമായിട്ട് പോലീസ് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് ഞങ്ങൾ നാളെയാണ് കാണിക്കാൻ പോകുന്നത് എന്നുകൊണ്ട് എവിടെയെങ്കിലും നാളെ എന്തെങ്കിലും കാണിച്ചോ? ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്നാ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഇന്ന് കാണാനോ? എന്താ കാണിക്കാം? ജനങ്ങളെ അണിനിരത്തിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം ജനവിരുദ്ധമായ രീതിയിൽ സമരത്തിന്റെ പേരും പറഞ്ഞ് ആഭാസം നടത്തി അതിന്റെ മേലെ ജനങ്ങളെ അണിനിരത്താൻ കഴിയുമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് സാധിക്കില്ല എന്നുള്ളതിന് തെളിവാണ് ഞാൻ ഈ പറഞ്ഞതല്ല. ജനങ്ങളൊന്നും അണിനിരത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് UDF ഒറ്റക്കെട്ടായിട്ട് നിർത്താൻ സാധിച്ചിട്ടില്ല. എല്ലാവരും ഒരു ചടങ്ങ് പോലെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഇന്നലെ ചെയ്ത് ഞാൻ കണ്ടതാ എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റ്. അപ്പൊ തെറ്റായ നിലപാട് സ്വീകരിക്കുക, അതിനെ ന്യായീകരിക്കാൻ ശ്രമം നടത്തുക, അതെല്ലാം പരാജയപ്പെട്ടു പോവുക. ഇന്നിപ്പോ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം പറഞ്ഞത് ഇന്ന് കാണിക്കുന്നതാണ്, എല്ലാ കാര്യവും ഇന്ന് കാണിച്ചു തരാമെന്ന്. പക്ഷെ ഇന്നിപ്പോ പറഞ്ഞിട്ടുണ്ട്, ഇന്നിപ്പോ ഞാൻ സ്റ്റേറ്റ്മെന്റ് കണ്ടു, അത് ഭാവിയിൽ കാണിച്ചു തരാമെന്നാണ്. ഭാവിയിൽ കാണിച്ചു തരാം എന്നുള്ളത് ശരി, നല്ല ഉത്തരമാണ്. അതിനോട് എനിക്ക് വിയോജിപ്പില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഫലപ്രദമായിട്ട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നത് ഭാവിയിൽ കാണിച്ചു തരാം എന്ന സതീശന്റെ പക്വതയാർന്ന ആ നിലപാടിനോട് ഞാൻ യോജിക്കുകയാണ്. അത് രാഷ്ട്രീയമാണ്. പക്ഷെ ഇതേവരെ അതുണ്ടായിരുന്നില്ല. ഞാൻ അടിക്കും, പിടിക്കും, തകർക്കും. ഒരു പ്രതിപക്ഷ നേതാവ് ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഞാൻ അടിക്കും.